അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു നാടൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സ്നാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് ഉണ്ടാകുന്നൊരു സ്നാക്കാണ്. പിരിയട എന്നാണ് ഇതിന് പറയൽ. കല്യാണത്തിലായാലും കുടിയലിനായാലും അങ്ങനെ എല്ലാ ചായ സൽക്കാരത്തിനുള്ളൊരു ടൈപ്പ് ഓഫ് സ്നാക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 3/4 കപ്പിനും കുറച്ചധികമായിട്ട് ഞാൻ കടലക്കപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. 3/4 കപ്പിനും കുറച്ചധികമായിട്ട് ഞാൻ ഇവിടെ കടലക്കപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പില്ല, എന്നാൽ 3/4 കപ്പിലും കുറച്ചധികമായിട്ട് കടലക്കപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് 4 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വരെ, ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 3 വിസിൽ മതി. കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പിരിയട എന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാ ചായ സൽക്കാരത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് സ്നാക്കാണ്. ഇപ്പം എല്ലായിടത്തും കാണൽ ഭയങ്കര കുറവാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലെല്ലാം എന്ന് വെച്ചാൽ നല്ല കോമൺ ആയിട്ടുള്ള സ്നാക്കാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 വിസിലോളം അടുപ്പിച്ചിട്ടാണ് കടലപ്പരിപ്പ് വേവിച്ചെടുത്തത്. ഓരോ കടലപ്പരിപ്പിൻ്റെ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടുണ്ടാവും. ആവിലും കളഞ്ഞ ശേഷം കടലപ്പരിപ്പ് വെന്തിനോന്നൊന്ന് ചെക്ക് ചെയ്യുക. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 1 വിസിലും കൂടി അടുപ്പിച്ചെടുത്താൽ നന്നായി വെന്ത് കിട്ടും. ഇനി വേവിച്ച കടലക്കപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് 1/2 കപ്പ് ഷുഗറും അതുപോലെ തന്നെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ചിട്ട് നന്നായി മെൽറ്റ് ചെയ്യാം. ഷുഗറെല്ലാം നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് തേങ്ങ ഒന്ന് നന്നായി വേവിച്ചെടുക്കാവുന്നതാണ്. തേങ്ങയും മധുരവും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. നല്ലോണം തേങ്ങ വേണ്ടവർ കുറച്ചും കൂടി അധികം ഇട്ടാൽ മതി. മധുരവും അതുപോലെ തന്നെ മധുരം ആവശ്യം അനുസരിച്ചിട്ട് കുറവാണെങ്കിൽ വീണ്ടും ഇടാവുന്നതാണ്. ഈ മിക്സ് നന്നായി തളിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും 1 ടീസ്പൂൺ ഗീയും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഗീ തികച്ചും ഓപ്ഷണലാണ്. ഗീ ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ഫില്ലിങ്ങിന് കിട്ടും. ഫ്ലെയിമിലിട്ട് നമുക്ക് ഫില്ലിങ്ങിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളതെങ്കിലും ചൂടാറിയതിന് ശേഷം ഫില്ലിങ് നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി പിരിയഡിലേക്ക് വേണ്ട മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അതിനായി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂണും ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ബാക്കി ഏത് ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തി പരുവത്തിനെക്കാട്ടും കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് മാവ് നന്നായി തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. കുറച്ചെടുത്ത മാവ് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് നന്നായി സോഫ്റ്റായിട്ട് കിട്ടും. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ മേലിൽ കുറച്ച് ഓയിലും കൂടി തടവിയതിന് ശേഷം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം അരമണിക്കൂറോളം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാവിനെ 4 ബോളുകളാക്കി ഉരുട്ടി വെച്ചിട്ട് ഓരോ ബോൾ വീതം നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. മാവ് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം കട്ടിയായിട്ടും എന്നാൽ നല്ലോണം നേർത്തിട്ടും നമുക്ക് മാവ് പരത്തിയെടുക്കാൻ പറ്റില്ല. നല്ലോണം നേരിയതായാൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫില്ലിങ്ങെല്ലാം പുറത്ത് വന്നിട്ട് നമ്മുടെ പിരിയട
ശരിയായി കിട്ടില്ല. നല്ലോണം കട്ടിയായാലും നമുക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. മീഡിയം ഒരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുത്ത മാവിനെ നമുക്ക് അച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് മാവിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും അച്ചില്ലെങ്കിൽ ജസ്റ്റ് മാവ് ചെറിയ ചെറിയ ഉരുളകാക്കിയിട്ട് പരത്തിയിട്ട് പിസ്സ കട്ടർ വെച്ചിട്ട് ഒന്ന് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് സീൽ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആയാലും മതി. ഇങ്ങനത്തെ എന്തെങ്കിലും അച്ചുണ്ടെങ്കിൽ അങ്ങനെ ആ അച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ട് ചെയ്തൊരു ഭാഗം അച്ചിൻ്റെ മേലിൽ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഫില്ലിങ് ഇടാം. ഫില്ലിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കുത്തി നിറച്ച് ഫില്ലിങ് ഇട്ടാൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് ക്രിസ്പി ആയിട്ട് നമുക്ക് പിരിയട കിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫില്ലിങ് ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇത് ഞാൻ കുറച്ച് മിനി ആയിട്ടുള്ള പിരിയഡിൻ്റെ അച്ചിലാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത്. വലിയ സൈസ് വേണമെങ്കിൽ ഇത് വലുത് കൊടുക്കുക, ഇനിയും ചെറുത് വേണ്ടിക്ക് ചെറുത് ഉണ്ടാക്കാവുന്നതാണ്. ഓരോ പിരിയഡും ഇങ്ങനെ റെഡിയായതിന് ശേഷം തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാം ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്ക് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വേവാനൊന്നുമില്ല, നമ്മൾ അത്ര ഒരുപാട് തിക്നെസ്സിലല്ല ഇത് പരത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് കളർ ചേഞ്ച് ആയി തന്നെ ഇത് കോരി അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾഡൻ കളറായി തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് പിരിയട ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പിരിയട റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.